ഹലോ ഗൈസ് നമ്മളിന്ന് പറവൂര് സിനഗോഗ് മ്യൂസിയത്തിൽ വന്നേക്കാണ്. അപ്പൊ ഇന്ന് ഞായറാഴ്ചയാണ്, സൺഡേ ആയിട്ട് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ച്. പിന്നെ ഇതേണ്ട് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് 22 ഷെയ്ക്ക് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വെയിറ്റ് ചെയ്യൂ, ഇപ്പൊ കാണിച്ചു തരാം. സിനഗോഗ് മ്യൂസിയം ആണ്. ഇതാണ് നമ്മുടെ ജൂതന്മാരുടെ പണ്ടത്തെ പള്ളി. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ജൂതപ്പള്ളിയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. ഇന്ത്യത്തെ ആദ്യത്തെയും കൂടിയാണ്. അപ്പൊ നമ്മളിത് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. കം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിന്റെ ലാസ്റ്റ് ഒരു സിനിമാറ്റിക് ഷോട്ട് ആണ് കാണിക്കുന്നത്. അല്ലല്ല, ഞങ്ങൾ ഇതിനു വേണ്ടി വന്നതാണ്, ഇത് കാണാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ മ്യൂസിയത്തിന്റെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കും. 1615 നാലാം തലമുറയിൽപ്പെട്ട ഡേവിഡ് യാക്കോബ് കസ്റ്റിയാർ എന്ന് പറഞ്ഞ 4th ജനറേഷനിൽപ്പെട്ട ജൂതനാണ് ഇത് പുതുക്കി പണിയാനായിട്ട് നേതൃത്വം കൊടുത്തത്. ഗൈസ്, നമ്മൾ അതിന്റെ ഉള്ളിൽ കയറി എല്ലാം കണ്ട്, പക്ഷെ അവിടെ വീഡിയോഗ്രാഫി സമ്മതിക്കില്ല അവിടെ എല്ലാം. പക്ഷെ ഞങ്ങള് കൊറേയൊക്കെ ക്ലിപ്സ് എടുത്തിട്ടുണ്ടല്ലേ, അതൊക്കെ കാണിച്ചു തരാം. കുറച്ചൊക്കെ ക്ലിപ്സ് എടുത്തിട്ടുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇനി നമ്മൾ പോകാൻ പോണത് പറവൂര് ഷെയ്ക്ക് കുടിക്കാനാണ്, 20 ഷെയ്ക്ക് കുടിക്കാൻ. അപ്പൊ നമുക്ക് അവിടെ വെച്ച് കാണാം. പിന്നെ ഫ്രണ്ട് ഡെറിനുണ്ട്, പിന്നെ നിഹാലുണ്ട്. ആ വെറുതെ പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞ ഡെറിന്റെ വ്ളോഗാണ്. ഞങ്ങളിപ്പോ ജൂതമര പള്ളി ശരിക്കും ഇറങ്ങണുണ്ട്. ഞങ്ങൾ പക്ഷെ ഫേക്ക് ഇട്ടിട്ട് ഇപ്പൊ പറയണത് ജൂതമരയിൽ എത്താൻ പോകുള്ളതാണ്. ഞങ്ങള് പോണെങ്കിൽ കിടിലം പള്ളി ഡ്രൈവർ. അത് വേണ്ട. ഗൈസ്, നമ്മളിപ്പോ ഷെയ്ക്ക് കുടിക്കാൻ പോവാണ്. ഷെയ്ക്ക് കുടിച്ചിട്ട് എന്താ പരിപാടി എന്ന് വെച്ചാൽ അപ്പൊ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഒരു ഐഡിയ ഇല്ല. ഷെയ്ക്ക് കുടിച്ചിട്ട് അപ്പിടും. ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. ഹലോ ഗൈസ്, ഞങ്ങളിപ്പോ 20 ഷെയ്ക്ക് കുടിക്കാൻ പോകണം. ഹലോ ഗൈസ്, നമ്മൾ 20 രൂപ ഷേക്ക് കുടിക്കാൻ പോകണം. 20 ഷെയ്ക്ക് അത് ചാർജ് അല്ലേ? ഐസ്ക്രീം ഒക്കെ ഇട്ട് ടൂട്ടി ഫ്രൂട്ടിയും കോൺഫ്ലേക്സ് ഇട്ട് അതൊന്നുമില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അറിഞ്ഞൂടെ, ഒരു അണ്ടർറേറ്റഡ് സ്പോട്ടാണ്. പക്ഷെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ ഫേമസ് ആക്കാൻ പോണത് യൂട്യൂബർ ഡെറിന്റെ യൂട്യൂബ് ചാനലിലൂടെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഗൈസ്, അപ്പൊ നമ്മള് മറ്റേ ഇതില്ലേ സിനഗോഗ് കണ്ടിട്ട് എങ്ങനെയുണ്ടായി നിങ്ങളുടെ അഭിപ്രായം? സിനഗോഗ് നൈസായിരുന്നു, പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ അത്രയും പുരാതന വസ്തുക്കളൊന്നും അവിടെ ഇല്ല. ഇതിലും പുരാതന വസ്തുക്കൾ അച്ഛന്റെ വീട്ടിലിരിപ്പുണ്ട്. കൊറേയൊക്കെ അവര് കൊണ്ടുപോയി കൊറേയൊക്കെ അവര് കൊണ്ടുപോയി ജ്യൂസ് പോയപ്പോ കൊറേ കൊണ്ടുപോയി. ഇപ്പൊ ഭയങ്കര വഴി എവിടെ? ലെഫ്റ്റ് അല്ല, റൈറ്റ്. മണ്ടന് റൈറ്റും ലെഫ്റ്റും തിരിച്ചറിയില്ല. കൈ പിന്നെ ഞാനിത് ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ വെക്കണം. നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ നമ്മളുടെ ഷെയ്ക്കടെ എത്താൻ പോണേണ്. ജോസ്മോനൊക്കെ വായ വറ്റി ഇരിക്കണേണ്. അപ്പൊ അത്രയും ക്വാണ്ടിറ്റി കുറവുള്ളൂ. എങ്ങോട്ടാ വഴിയോടെ? രണ്ട് നേരെയുണ്ട് ഇവിടെ. ലെഫ്റ്റ് ഗൈസ്, നമ്മള് ഷെയ്ക്ക് കടയിലെത്തി. പോലീസാണ് 20 രൂപയ്ക്ക് ലാഭമാണ്. 20 രൂപയ്ക്ക് ഇങ്ങനത്തെ ഷെയ്ക്ക് നിങ്ങളുടെ നാട്ടിൽ കിട്ടാൻ നല്ല കട്ടിയാ, നല്ല ഷെയ്ക്ക്. കട്ടിയാണ് 20 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കാണാൻ വെറുതെ 20 രൂപയ്ക്ക് ഇങ്ങനത്തെ ഷെയ്ക്ക് കിട്ടുകയാണെങ്കിൽ അപ്പം കമന്റ് ബിലോ 6 കമന്റ് കൂടി
ശരി 500 സബിന് ഗീവ് തന്നെയുണ്ട്. 500 സബ് ആവണം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സബ് ചെയ്ത് ആകെ 450 സബ് കുറവുള്ളത്. ഗൈസ് ഇവിടെ രണ്ടാമത് പറയാൻ ഇരിക്കാണ്. രണ്ടാമത് പറയാമോ? 5 എണ്ണം പറഞ്ഞാലും 100 രൂപയാവുള്ളൂ. 5 എണ്ണം പറഞ്ഞാലും 5 100 രൂപയ്ക്ക് 5 ഷേക്ക്. അത് നല്ല കലക്കൻ ഷേക്ക്. ഇവനൊരു യൂട്യൂബർ ആണ് എന്നെ പറയാം. ഫേമസ് അല്ലാന്നുള്ളൂ. A few moments later. ഗൈസ് ബൈക്ക് നശിപ്പിച്ച്. ഇവിടെ എന്തര കാണിച്ച് നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ഗൈസ് എപ്പോഴാണെങ്കിലും പറഞ്ഞുവിടാ. ഞങ്ങളുടെ കൂട്ടത്തിലെ വികലാംഗനാണ്. എന്ത് പറ്റിയതാ? കാര്യം പറ്റിയതാ? അതൊരു ഇന്റർനാഷണൽ മാച്ച് ഉണ്ടായി. അതിന്റെ ഇടയിൽ ലിഗമെന്റ് ACL ഇഞ്ചുറി വന്നതാണ്. അതെ, നമ്മള് നാട്ടുകാർ തല്ലിയൊടിച്ചെന്നാണ്. നാട്ടുകാർ തല്ലിയൊടിച്ച ആളാണ്. യു നോ മീ ഗൈസ്. നിങ്ങളുടെ സ്ഥിരം താരമാണ്. എടാ എന്തൊക്കെ കാണിക്കണേ ഗൈസ്. ഇന്ന് മിക്കവാറും ഷെയ്ക്ക് കുടിക്കാൻ വന്നിട്ട് ഇടിയിട്ടിട്ട പോകുള്ളൂ എല്ലാവരും. അച്ഛന്ന് വെച്ചോട്ടടാ. ആരെങ്കിലും ഒന്ന് വെച്ചെടുക്കണ. പിടിച്ച് ഞാൻ തന്നെ വേണം വെക്കാൻ. ഇമാർക്കൊന്നും അറിയില്ല. ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞു പോയതാണ് ഗൈസ്. അതെ, നിന്റെ ഷേക്ക് കുടിച്ചു. സെറ്റി ആ ഹെൽമെറ്റ് വെച്ചാ ചിലപ്പോ വീഴും. നമ്പർ 2 ഷേക്ക് നമ്പർ 2